ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മൊട്ടാമ്പറത്തുള്ള രാജാ സലൂൺ. നമ്മുടെ മൊട്ടാമ്പറത്തുള്ള ബാർബർ ഷോപ്പ് നമ്മുടെ പണ്ട് മുതലേ ഉള്ള നമ്മുടെ ഇവിടുത്തെ യുവാക്കളെയും പുരുഷന്മാരെല്ലാവരും സുന്ദരന്മാരാക്കി മാറ്റുന്ന ഒരു ഫാക്ടറി. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ആദ്യമായി മുട്ടയടിക്കുന്നത് തന്നെ ഈ രാജാ സലൂണിലാണ്. അന്ന് അഴകേട്ടനായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. ഇന്നിപ്പോൾ ഉള്ളത് കർണാടനാണ്. കർണാടൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മോഡൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ്. അപ്പോൾ ചില ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളടുത്ത് പറയാം, അപ്പോൾ അതിന് ഇത്ര പൈസ, അതിന് ഇത്ര പൈസ, ഭയങ്കര ചാർജൊക്കെ ആയിരിക്കും. കർണാടന അങ്ങനെയൊന്നുമില്ല. കർണാടന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സുന്ദരനാക്കാമെന്നേ നോക്കും. എന്നെയും എൻ്റെ അപ്പനെയൊക്കെ സുന്ദരന്മാരാക്കി എപ്പോഴും വെക്കുന്നത്, എപ്പോഴും സുന്ദരന്മാരാക്കുന്നത് കർണാടനാണ്. അതുകൊണ്ട് തന്നെ ബാർബർ ഷോപ്പിൽ പോകാമെന്ന് പറയുമ്പോൾ അപ്പൻ ചോദിക്കുന്നത് കർണൻ്റെ അടുത്തേക്കാണെങ്കിൽ പോവാം, കർണൻ തുറന്നിനാ, കർണനൊന്ന് വിളിച്ചു നോക്കി. കർണാടൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല കണ്ട അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങൂല കേട്ടോ. അങ്ങനെ ബാർബർ ഷോപ്പിൽ വന്ന് അപ്പൻ്റെ ഷേവ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പന് കഴിഞ്ഞ 1 വർഷത്തിന് മേലെ 1.5 വർഷത്തോളമായി ബ്ലോക്ക് കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് വീട്ടിൽ വിശ്രമമാണ്. പുറത്തുനിന്ന് അങ്ങനെ ഇപ്പോൾ ആരും പോകാനില്ല. കുറേ മരുന്നും ഇൻസുലിനൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പം അതിനിടയിൽ വീട്ടിൽ നിന്ന് അങ്ങനെ എവിടെയും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളങ്ങനെ ഷേവ് ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ പറയും നമുക്ക് ബാർബർ ഷോപ്പിൽ മുട്ടവർ പോയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരും. അങ്ങനെ ഇന്ന് ഇവിടെ കൂട്ടിയിട്ട് വന്നതാണ്. പിന്നെ ഷേവ് ചെയ്ത് കഴിഞ്ഞ് നോക്കണ്ട, അപ്പനാൾ സുന്ദരനായി. ആദ്യം മൊത്തം താടിയും മീശയൊക്കെ വളർന്ന് ഒരു വൈ ആയിട്ടുണ്ടായിരുന്നു. കർണാടകയോട് പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. കർണാടകയുടെ അടുത്ത് കൂട്ടി കൊണ്ടുവന്നാൽ മാത്രം മതി. അതുപോലെ ഞാനാണെങ്കിലും ഒന്നും പറയില്ല. ഞാൻ അവിടെ കയറി കസാരയിൽ കയറി ഇരിക്കും. കർണാടകന് ഇഷ്ടപ്പെട്ട പോലെ ചെയ്തോളാം അങ്ങോട്ട് പറയും. പലപ്പോഴും പല ഫാഷനുകൾ ഇറങ്ങുമ്പോൾ അതൊക്കെ എൻ്റെ തലയിലും മുഖത്തും കർണാടകൻ ഒരു ചിത്രം വരച്ച് വെക്കും അവിടെ. അപ്പോൾ ഇങ്ങനെ ഫാഷൻ കട്ടിക്കെല്ലാം കാണുമ്പോൾ ഞാൻ ചിന്തിക്കുവേ, ഞാനിതുപോലെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നു ഓരോ കട്ടിങ്സിൻ്റെയൊക്കെ പേരുകൾ, അതിന് വേണ്ടിയുള്ള പൈസ എല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷെ കർണാടകം കൂടിപ്പോയാൽ വാങ്ങിക്കുന്ന പൈസ 50 രൂപ 100 രൂപയൊക്കെയാണ്. പക്ഷേ നല്ല അടിപൊളിയാക്കി തരും. അല്ല അപ്പനെ കണ്ട സുന്ദരനായിട്ട് വരുന്നു.